വെറും 10 രൂപയുടെ ചായ, പക്ഷെ ലാഭം കേട്ടാൽ ഞെട്ടും. ഒരു ചെറിയ ചായക്കട തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? വെല്ലുവിളികളെ അവസരങ്ങളാക്കി ബിസിനസ് വിജയിപ്പിക്കാം. ഒരു ചെറിയ ചായക്കട തുടങ്ങുന്നത് പലരുടെയും സ്വപ്നമാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താനുള്ള മികച്ച വഴിയാണിത്. എന്നാൽ ഏതൊരു ബിസിനസ്സിനെയും പോലെ ഇതിലും ചില വെല്ലുവിളികളുണ്ട്. ശരിയായ പ്ലാനിങ്ങിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഈ വെല്ലുവിളികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്നും ചായക്കട ലാഭകരമാക്കാമെന്നും ഇവിടെ നമ്മൾ നോക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യമാകും. വിജയകരമായ ഒരു ചായക്കടയ്ക്കുള്ള 10 പ്രായോഗിക വഴികളാണ് ആദ്യം പറയുന്നത്. 1. ചെലവ് കുറച്ച് കാര്യക്ഷമത കൂട്ടാം. തുടക്കത്തിൽ ഒരുപാട് സ്റ്റാഫിനെ വെച്ച് വലിയ ശമ്പള ചെലവുണ്ടാക്കുന്നതാണ് നമ്മളുടെ പ്രശ്നം. അതിന് പകരം 1-2 പേരെ വെച്ച് തുടങ്ങുക. കുടുംബാംഗങ്ങളുടെ സഹായം തേടുന്നത് തുടക്കത്തിലെ ചെലവ് ഗണ്യമായി കുറയ്ക്കും. നിങ്ങൾ തന്നെ കടയിൽ സജീവമായി നിന്നാൽ ഒരു സ്റ്റാഫിന്റെ കുറവ് നികത്താനും ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. തിരക്കേറിയ സമയങ്ങളിൽ മാത്രം സഹായിക്കാൻ പാർട്ട് ടൈം സ്റ്റാഫിനെ നിയമിക്കുന്നതും നല്ലൊരാശയം തന്നെയാണ്. 2ാമത്തെ പോയിന്റ്, മത്സരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാം. ചുറ്റും ചായക്കടകൾ ഉള്ളത് ഒരു വെല്ലുവിളിയല്ല. എല്ലാവരും പറയുന്നത് വെല്ലുവിളിയാണ് എന്നാണ്. എന്നാൽ അത് വെല്ലുവിളിയല്ല എന്ന് നമ്മൾ പറയുന്നു. നിങ്ങളുടെ കടയെ വ്യത്യസ്തമാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം. ഒരു സ്പെഷ്യൽ ഐറ്റം, നിങ്ങളുടെ കടയിൽ മാത്രം കിട്ടുന്ന ഒരു വിഭവം. ഉദാഹരണത്തിന് ഒരു പ്രത്യേകതരം ചായ, അല്ലെങ്കിൽ സമോസ, അല്ലെങ്കിൽ വട, പഴംപൊരി, ഇങ്ങനെ ഉള്ള സാധനങ്ങൾ ആളുകളെ ആകർഷിക്കും. അവിടുത്തെ ഇഞ്ചി ചായ എന്താ ടേസ്റ്റ് എന്ന് ആളുകൾ പറയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. മികച്ച സേവനം കൊടുക്കണം. അതായത് പുഞ്ചിരിയോടെയുള്ള പെരുമാറ്റവും സ്നേഹത്തോടെയുള്ള സംസാരവും ആളുകളെ വീണ്ടും വീണ്ടും നിങ്ങളുടെ കടയിലേക്ക് വരാൻ പ്രേരിപ്പിക്കും. അടുത്ത ബ്രാൻഡിങ്. കടയ്ക്ക് നല്ലൊരു പേരും ലോഗോയും നൽകുന്നത് ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സഹായിക്കും. ഞാൻ മലപ്പുറത്ത് പോയപ്പോൾ കണ്ടതാണ്. അവിടെ ഒരു കടയുടെ പേര് തുടങ്ങി കുടുങ്ങി. ആ ബോർഡ് കണ്ട് ഇന്നും എന്റെ മനസ്സിലുണ്ട്. 10-15 വർഷം മുമ്പ് കണ്ടതാണ്. ഇന്നും എന്റെ മനസ്സിൽ ആ കടയുടെ ബോർഡുണ്ട്. നല്ല കടയാണ്, നല്ല ഫുഡ് ഐറ്റംസ് കിട്ടുന്ന കടയാണ്. ഞാനും അവിടെ കയറി കഴിച്ചു. ഒരു കൗതുകത്തിന് ഞാൻ അവിടെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പേരിട്ടത് എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ചിരി മാത്രമേ സമ്മാനിച്ചുള്ളൂ. എങ്ങനെയുണ്ട് പേര് എന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെ ക്യാച്ചിയായ, ആളുകൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേര് ഇട്ട് കഴിഞ്ഞാൽ അതും ഇതിന് ഗുണം ചെയ്യും. ഇനി 3ാമത്തെ പോയിന്റ്, ലൊക്കേഷൻ ആണ് താരം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാടകയും ലൊക്കേഷൻ പ്രശ്നവും ഒരു പ്രശ്നം തന്നെയാണ് ഇതിനകത്ത്. നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തുന്നത് വിജയത്തിന്റെ ആദ്യ പടിയാണ്. ഓഫീസുകൾ, ബസ് സ്റ്റോപ്പുകൾ, കോളേജുകൾ, തിരക്കേറിയ ജംഗ്ഷനുകൾ എന്നിവയ്ക്ക് സമീപമാണ് തുടങ്ങുന്നത് കൂടുതൽ കച്ചവടം ഉറപ്പാക്കും. കാരണം അവിടെ ഫ്ലോട്ടിംഗ് പീപ്പിൾ കൂടുതലായിരിക്കും. വാടക അല്പം കൂടിയാലും നല്ല കച്ചവടം കിട്ടുന്ന സ്ഥലം തന്നെയാണ് ലാഭകരം. 4ാമത്തെ പോയിന്റ്, കൃത്യമായ വില നിർണയവും സ്റ്റോക്ക് മാനേജ്മെന്റും അത്യാവശ്യമാണ്. സാധനങ്ങളുടെ വില വ്യത്യാസം എപ്പോഴും ഉണ്ടാകും. അത് നേരിടാൻ ചില വഴികളുണ്ട്. 1. ബൾക്ക് പർച്ചേസ്. മൊത്ത കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് വില കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2. വേസ്റ്റ് കുറയ്ക്കുക. പാഴാക്കൽ പരമാവധി ഒഴിവാക്കുക. ആവശ്യത്തിനനുസരിച്ച് മാത്രം സ്നാക്സ് ഉണ്ടാക്കുക. മിച്ചം വരാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. പിന്നെ വില ക്രമീകരണം. ചായയുടെ വില സ്ഥിരമായി നിലനിർത്തി സ്പെഷ്യൽ സ്നാക്സിന്റെ വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ലാഭം ക്രമീകരിക്കാം. അടുത്ത 5ാമത്തെ പോയിന്റ്, നിയമങ്ങൾ പാലിക്കുന്നത് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതായത് നമുക്ക് ലൈസൻസ് വേണം, കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. FSSAI, പഞ്ചായത്ത് ലൈസൻസ് തുടങ്ങിയവ എടുക്കുന്നത് ഒരു അധിക ചെലവായി കാണരുത്. ഇത് നിങ്ങളുടെ ബിസിനസ്സിന് ലഭിക്കുന്ന വിശ്വാസ്യതയാണ്. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ആളുകൾക്ക് കൂടുതൽ ധൈര്യമുണ്ടാകും. ഈ ലൈസൻസുകൾ കടയിൽ പ്രദർശിപ്പിക്കുന്നത് ഉപഭോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 6ാമത്തെ പോയിന്റ്, രുചിയും വൃത്തിയും. ഉപഭോക്താവിനെ ആകർഷിക്കാനുള്ള താക്കോലാണ് ഇത്. കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് രുചിയും ശുചിത്വവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇതിനെ ഒരു വെല്ലുവിളിയായി കാണാതെ നിങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കുക. ഒരേ രുചി നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ചായ ഉണ്ടാക്കുന്നതിനും സ്നാക്സിനും ഒരു കൃത്യമായ പാചക രീതി നമ്മൾ പിന്തുടരണം. ഇന്നലെ കിട്ടിയ ചായ അല്ല ഇന്ന് കിട്ടുന്നതെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. ഇന്നലെ കിട്ടിയ ചായ നല്ലതായിരുന്നു, അതേ ടേസ്റ്റ് അതേ ക്വാളിറ്റിയിലാണ് ഇന്ന് കൊടുക്കുന്നതെങ്കിൽ അവർ നാളെ വീണ്ടും വരും. എന്നും ഫ്രഷ് ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കണം. നല്ല അഭിപ്രായം തന്നെ വന്നുകൊള്ളും. ഇന്നലത്തേത് മിനിഞ്ഞാത്തത് അതൊക്കെ ചിലപ്പോൾ നഷ്ടമാണെങ്കിൽ എടുത്ത് ദൂരെ കളയുക. ഫ്രഷ് ആയിട്ടുള്ള സാധനം മാത്രം കൊടുക്കുക. 7ാമത്തെ പോയിന്റ്, ശുചിത്വം വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹൈജീനിക് ആയിരിക്കണം. വൃത്തിയും വെടുപ്പുമുള്ള ഒരു കട ആർക്കാ ഇഷ്ടമില്ലാത്തത്? അതിനിടയ്ക്ക് പറയാൻ, ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് മണ്ണഞ്ചേരി ഭാഗത്ത്, ആലപ്പുഴയിലെ മണ്ണഞ്ചേരി ഭാഗത്ത് ഒരിടത്തുനിന്ന് ഓടി വരികയായിരുന്നു. വന്ന് ഇങ്ങനെ ഊണ് കിട്ടുന്ന കടകൾ നോക്കി വന്നിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഊണ് എന്നുള്ള ബോർഡ് വെച്ച ഒരു കട കണ്ട് അവിടെ ഞാൻ നിർത്തി. ചോദിച്ചപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ചെറിയ കടയായിരുന്നു. ചോദിച്ചു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ അവിടെ കയറി കഴിക്കാനിരുന്നപ്പോൾ ഈ കുടുങ്ങി ആയിപ്പോയി ഞങ്ങൾ. കാരണം മറ്റൊന്നുമല്ല, ആഹാരത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചോറ് കൊണ്ടുവച്ചപ്പോൾ ആ ചോറിനേക്കാൾ കൂടുതൽ ഈച്ച ആർക്കുന്നുണ്ടായിരുന്നു. അതായത് ചോറ് വെളുത്തതാണെങ്കിൽ ഈച്ച കറുത്തത് ഇതിന്റെ പുറത്ത് വന്നിരിക്കുകയാണ്. ഒരു വൃത്തിയുമില്ലാത്തൊരു കട, പറയാതിരിക്കാൻ പറ്റത്തില്ല. അവസാനം കഴിച്ചില്ല എന്ന് വരുത്തി ഞങ്ങൾ കുടുംബസമേതം പുറത്തിറങ്ങി. ആ കടയിൽ നിർത്തിയതിന് ഇന്നും എന്നോട് എന്റെ ഫാമിലി കോപിക്കാറ്. അപ്പോൾ ജീവിതത്തിൽ ഇനി ആ കടയിൽ ഞാൻ പോകത്തില്ല, ആളുകൾ പോകാൻ സമ്മതിക്കത്തുമില്ല. വൃത്തി അത്യാവശ്യമാണ്, ശുചിത്വം അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ ഉപയോഗിക്കുന്നതും കടയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതും ആളുകളെ ആകർഷിക്കും. ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും ചെയ്യുന്നൊരു പണിയാണ്, ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പണിയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അത് വിഷമായി മാറും എന്നുള്ള കാര്യം അവർക്കും അറിയാം, എങ്കിലും അവരത് ഉപയോഗിക്കും. നല്ല എണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നത് തന്നെ നിങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു ഭാഗമാക്കി മാറ്റാം. അതായത് ഇന്നലത്തെ എണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല, ഇന്ന് ഫ്രഷ് എണ്ണയാണ് എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ വിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. 8ാമത്തെ പോയിന്റ്, നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണം. ഇത് ഞാൻ പറഞ്ഞത് ആളുകളോടുള്ള അല്ല, യൂണിയനുകളുമായി, ലോക്കൽ പൊളിറ്റിക്സുമായി, തൊഴിലാളികളുമായും നാട്ടുകാരുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പ്രാദേശികമായിട്ടുള്ള ആഘോഷങ്ങളിലും മറ്റും ചെറിയ രീതിയിൽ സഹകരിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു നല്ല പേരുണ്ടാക്കി തരും. നാട്ടുകാരുടെ ഇടയിലും നല്ലൊരു പേരുണ്ടാക്കി തരും. അത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ പിടിച്ചു പറിച്ചു വാങ്ങിച്ചുകൊണ്ട് പൊക്കോളും. അപ്പൊ പേരുണ്ടാവത്തില്ല, നിങ്ങളെ തെറിയും പറഞ്ഞായിരിക്കും അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. 9ാമത്തെ പോയിന്റ്, കാലത്തിനനുസരിച്ച് നമ്മളുടെ മെനു മാറണം. സീസണൽ ഡിമാൻഡ് എന്ന് പറയും. ഓരോ കാലത്തും ആളുകളുടെ താല്പര്യം വ്യത്യസ്തമായിരിക്കും. മഴക്കാലത്ത് നല്ല ചൂടുള്ള പരിപ്പുവട, ഇഞ്ചി ചായ, അപ്പോ ഇതിനുള്ള ഡിമാൻഡ് പോലെ മറ്റൊന്നിനും ഡിമാൻഡ് കാണില്ല. അപ്പം ചെറിയ ഉള്ളിവട, മുളക് ബജി, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളമൂറും. ആ വെള്ളമൂറിക്കഴിഞ്ഞാൽ ആ ആള് കടയിൽ കയറിയിരിക്കും, അത് കഴിച്ചിരിക്കും. ഇതൊക്കെ മെനുവിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. വേനൽക്കാലമാകുമ്പോഴോ ചായക്കച്ചവടം കുറയും. അപ്പോൾ നാരങ്ങ വെള്ളം, സംഭാരം, ലസ്സി, ഫ്രഷ് ജ്യൂസുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നൽകി നമുക്ക് നമ്മളുടെ കച്ചവടം നിലനിർത്താൻ കഴിയണം. അപ്പോൾ സീസൺ വരുന്നതനുസരിച്ച് നമ്മളുടെ മെനുവിലും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. 10ാമത്തെ പോയിന്റ്, ആദ്യം ഒന്നിനെ മികച്ചതാക്കാം, പിന്നെ വളരാം. അതായത് നമുക്ക് ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുന്ന ഒരു സ്വഭാവമുണ്ട്, അത് പാടില്ല. ഒരുപാട് ശാഖകൾ തുടങ്ങുന്നതിനെ കുറിച്ച് തുടക്കത്തിൽ ചിന്തിക്കുകയേ ചെയ്യരുത്. ആദ്യം നിങ്ങളുടെ ഒരു കടയെ ആ നാട്ടിലെ ഏറ്റവും മികച്ചതാക്കി തീർക്കുക. സ്ഥിരമായ ഒരു ഉപഭോക്തൃ നിരയെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ബ്രാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ കൃത്യമായ പരിശീലനം നൽകി അടുത്ത ശാഖയെ കുറിച്ച് ചിന്തിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കേരളത്തിൽ ഒരു ചായക്കട തീർച്ചയായിട്ടും ലാഭകരമായ ഒരു സംരംഭം തന്നെയാണ്. ഉയർന്ന വാടകയും ശമ്പളവും മത്സരവും എല്ലാം ഏതൊരു ബിസിനസിന്റെയും ഭാഗമാണ്. എന്നാൽ സ്വന്തമായി ഒരു പ്രത്യേകത, യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയും, അത് കണ്ടെത്തി കഴിഞ്ഞാൽ, രുചിയിലും വൃത്തിയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ, ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ, നിങ്ങളുടെ ചെറിയ ചായക്കടയെ നാടിന്റെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റാൻ എളുപ്പം സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഈസി മണി അല്ല, മറിച്ച് സ്നേഹവും കഠിനാധ്വാനവും
ഒക്കെ ചേരുമ്പോൾ വിജയിക്കുന്ന ഒരു ഗുഡ് മണി ബിസിനസ് ആണ് ഇത്. ആവോളം നിലനിൽക്കുന്ന, അതായത് കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ കഞ്ചൂസി ഒന്നും കാണിക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകളിലേക്ക്. കൂടാതെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതുക. അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് എഴുതുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.